ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഈ സമ്മർ സീരീസിലെ നെക്സ്റ്റ് പാർട്ടാണ് കേട്ടോ ഇത്. അതായത് നമുക്ക് പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഭയങ്കര ചൂടും, നമുക്കൊന്ന് ഔട്ടിങ് പോകണമെന്നുണ്ടെങ്കിൽ പോലും നമ്മളെ കാണുമ്പോൾ തന്നെ, പുറമൊന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു മടുപ്പാണ് ഫീൽ ചെയ്യുക അല്ലേ. അപ്പോൾ ചെറിയ പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നും പറയാനില്ല. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോയാലാണ്, ഇല്ല ശ്രദ്ധിച്ചാലാണ് നമ്മൾ നല്ല രീതിയിൽ തിരിച്ചു വരാൻ പറ്റും. പോയ പോലെ തന്നെ തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്ന് പറയില്ലേ. അതെ, പോയ പോലെ തന്നെ തിരിച്ച് നമുക്ക് വരണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഈ സമ്മർ സീസണിൽ, ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. കാരണം ഇതൊരു 10 കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ 10 കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും തന്നെ വീഡിയോ ലോങ് ആവും. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അല്ലേ. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ, സൺസ്ക്രീൻ. അതായത് നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്തിട്ടും പോകണം, അതേപോലെ തന്നെ കൊണ്ടുപോവുകയും ചെയ്യണം അല്ലേ. കാരണം എന്താ, നമ്മുടെ സണ്ണിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ കൊണ്ടുപോയേ പറ്റുള്ളൂ. ഈ UVB നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും സൺസ്ക്രീൻ മസ്റ്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, ഇല്ല വാട്ടർ കണ്ടന്റ് കൂടി സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ദി ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഹൈഡ്രേഷൻ. ഓൾവേസ് ഹൈഡ്രേഷൻ. നമ്മൾ എന്തായാലും ഹൈഡ്രേഷന് വേണ്ടി നമ്മൾ എന്തായാലും വെള്ളം കൊണ്ടുപോയേ പറ്റുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കുടിക്കുന്നതിലും ബെറ്റർ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവുകയാണ്, ഇപ്പോൾ കുറേ പിള്ളേരും കൂട്ടിയിട്ടൊക്കെയാണ് പോകണമെങ്കിൽ എടുത്തോ, കുപ്പി നിറച്ച് മുള്ള കുപ്പികളൊക്കെ എടുത്ത് വണ്ടിയിൽ പോകുന്നെങ്കിൽ വണ്ടിയിലിട്ടോ, ബാഗ് ക്യാരി ചെയ്യുന്നവർ ബാഗിലിട്ട് ബസ്സിൽ പോവുകയാണ്, ബസ്സിൽ അങ്ങനെ പൊക്കോ. കാരണം ഹൈഡ്രേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ്. ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഈ ഹൈഡ്രേഷൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചത്ത് കുത്തി തിരിച്ചു വരുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പിള്ളേരൊക്കെ ആണെങ്കിൽ വെള്ളം കുടിച്ചു എന്ന് വരില്ല. അപ്പം നമ്മൾ നല്ല ഫ്രഷ് ജ്യൂസൊക്കെ ആയിട്ട് മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ ഫ്രഷ് ജ്യൂസ് അടിച്ചിട്ട് പോകാൻ പറ്റുന്നവർ അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ദി ബെസ്റ്റ് ആയിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ കണ്ടതുപോലെ തന്നെ ക്ലോത്ത് ആണ് കേട്ടോ. ക്ലോത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന ഡ്രസ്സ്, നമ്മൾ വെയർ ചെയ്യുന്ന ഡ്രസ്സ് ഏതാണോ അതും നമ്മുടെ ഈ സണ്ണിൽ നിന്നൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ സമ്മർ സീസണിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൻ്റെ ക്ലോത്താണ് കേട്ടോ. അല്ലാണ്ട് നമുക്കിപ്പോൾ ഒരുപാട് തരത്തിലുള്ള മെറ്റീരിയൽ ഉണ്ട് അല്ലേ. ഓർഗൻ്റെ ആണെങ്കിലും ഓർഗൻസേൻ്റെ ആണെങ്കിലും അങ്ങനെ പലതരത്തിലുള്ളത്. പക്ഷെ അതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചൂട് കൂട്ടേ ഉള്ളൂ. നമുക്കൊരു ബ്രീത്തബിൾ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ സ്കിന്നിനൊന്ന് ബ്രീത്ത് ചെയ്യണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, നമ്മുടെ സ്കിന്നും ബ്രീത്ത് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് സ്കിന്നിന് ബ്രീത്തബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് പുറത്തേക്ക് പോകാൻ നേരത്ത്, അതും ഈ സമ്മർ സീസണിൽ. അപ്പം നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് കോട്ടൺ ആയിരിക്കും കേട്ടോ ദി ബെസ്റ്റ്. കോട്ടൺ യൂസ് ചെയ്യാനും നമുക്ക് നല്ലൊരു രീതിയിൽ സണ്ണിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷനും കിട്ടും, നമ്മുടെ സ്കിന്നിന് ഒരു ബ്രീത്തബിൾ ആയിട്ട് വർക്ക് ചെയ്യും കേട്ടോ. നാലാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ. അതായത് പ്രൊട്ടക്ഷനിൽ നമുക്ക് പലതും വരും. അതായത് സൺ ഗ്ലാസസ്, അതേപോലെ തന്നെ ക്യാപ്പ് വരും, അംബ്രല്ല വരും. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഇതെല്ലാം കൊണ്ടുപോകണേ അത്രയും നല്ലതാണ്. നമുക്ക് എന്തായാലും ഒരു സൺഗ്ലാസ് വെയർ ചെയ്യുന്നത് നല്ലതാണ്. അത് സൺഗ്ലാസ് കുറച്ച് ക്വാളിറ്റി കൂടി തന്നെ. നമ്മളിപ്പോൾ പലരും, നമ്മുടെ മലയാളീസ് ആണെങ്കിലും നമ്മൾ മലയാളീസ് ആയിരിക്കും കേട്ടോ കൂടുതലും സൺഗ്ലാസസ് മേടിക്കുവാണെങ്കിലും ഏറ്റവും കുറഞ്ഞ വിലേൻ്റെ നോക്കി മേടിക്കും. പക്ഷെ നമ്മൾ മേടിക്കുമ്പോൾ നമ്മളൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കും കേട്ടോ. അതിനനുസരിച്ച് നമുക്കൊരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ സൺഗ്ലാസൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ല രീതിയിലുള്ള, നല്ല എമൗണ്ടിൻ്റെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സൺഗ്ലാസ് നമ്മൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. അതേപോലെ ക്യാപ്സ് ഓർ ഹാറ്റ്സ്, ഇത് നമ്മൾ വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സണ്ണിൽ നിന്നൊരു ഡയറക്റ്റ് പ്രൊട്ടക്ഷൻ, നമ്മുടെ ഫേസിനെ ഒന്ന് മറച്ച് പിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ അംബ്രല്ല. അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ കെയർ ഐറ്റംസ് ആണ്. അതായത് ബാം, സൺസ്ക്രീന്, ഡിയോഡറൻറ്റ്, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സൺസ്ക്രീൻ ഞാൻ പറഞ്ഞല്ലോ UV റേസ് എന്നുള്ളത്, അതും നമുക്ക് SPF 50 മേലെ ഉള്ളത് വേണം കേട്ടോ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ. അതേപോലെ തന്നെ ഡിയോഡറൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് എന്തായാലും സമ്മർ സീസണും കൂടി ആയതുകൊണ്ട് നമ്മൾ എന്തായാലും വേർക്കും, നമുക്കൊരു ബാഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ ആ സ്മെല്ലിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ആ സ്മെല്ലൊന്ന് മാറ്റി പുറത്തേക്ക് നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ലിപ് ബാം SPF ഉള്ളത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നല്ല SPF ഉള്ളത് നോക്കിയിട്ട് മേടിക്കും. ഇപ്പം മാർക്കറ്റിൽ അങ്ങനെ ഒരു 4-5 എണ്ണം അവൈലബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ
എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ അതിൽ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. 6ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ ഐറ്റംസ്, അതായത് അതേപോലെ തന്നെ മോയ്സ്ചറൈസർ നമുക്ക് കൊണ്ടുപോകാം. കാരണം നമ്മൾ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തുള്ള എല്ലാം പോകും. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ കൊണ്ടുപോകും. പിന്നെ സൺസ്ക്രീൻ നമ്മൾ എടുക്കുന്നുണ്ടല്ലോ. പിന്നെ വെറ്റ് വൈപ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പുറത്തേക്കൊക്കെ പോകാൻ നേരത്ത് നന്നായിട്ട് വേർക്കുമല്ലോ. അപ്പോൾ നമ്മൾ വെറ്റ് വൈപ്സ് എന്തായാലും കൊണ്ടുപോകുന്നത് നല്ലതാണ്, നമുക്ക് ഫേസൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഹാൻഡ് കർച്ചീഫും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. ഒരു മിനി ആയിട്ടുള്ളൊരു ഫേസ് വാഷ് എടുക്കുകയാണെങ്കിലും നല്ലതാണ്. നമ്മൾ പുറത്ത് പോകുമ്പോൾ നല്ല ഫേസ് ഒന്ന് ഇടയ്ക്കൊന്ന് കഴുകണം. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യുകയാണ് എങ്കിൽ നമുക്കൊരു മിനി ഫേസ് വാഷ് വെച്ചിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ സമ്മർ സീസണും കൂടി ആയതുകൊണ്ട് ഒരു 4 to 5 ടൈംസ് നമുക്ക് എന്തായാലും നമ്മുടെ ഫേസ് കഴുകുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. നമ്മളിപ്പോൾ പല വീഡിയോസിലും ഇല്ല പല ആൾക്കാരും പല ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് ഫേസ് 2 പ്രാവശ്യമൊക്കെ കൂടിപ്പോയാൽ കഴുകാൻ പാടുള്ളൂ എന്ന്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ പിമ്പിൾ, അതായത് ഒരു ചുവന്ന ഒരു പാടൊക്കെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് അങ്ങനെയൊക്കെ വരും. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് ഒരു 2 ടൈംസ് ഒക്കെ കഴുകിയാൽ മതി എന്ന്. പക്ഷെ 4 to 5 ടൈംസ് ആണ് മാക്സിമം. അതിൽ കൂടുതൽ പാടില്ല. ഈ ഒരു 5 ടൈംസ് വരെ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല കേട്ടോ. അത് നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമ്മുടെ ആക്നീനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ 6ാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മർ ആക്സസറീസ് ആണ്. ആക്സസറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന ഷൂ ഇല്ല, നമ്മൾ കൂടുതൽ ഷൂ ഒക്കെ ആയിരിക്കും ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിനെ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാൻഡൽസ് ഇല്ലെങ്കിൽ സ്നിക്കേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പോപ്പ് കളർ സ്കാർഫ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കൊണ്ട് പോകുന്ന ഒരു ട്രിപ്പാണ് എങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ബാഗ് തന്നെ സെലക്ട് ചെയ്യണം. കാരണം ചെറിയൊരു ബാഗും വെച്ചുകൊണ്ട് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. എല്ലാം കയ്യിലും പിടിച്ചുകൊണ്ട് നടക്കണം. എങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ക്യാരിങ് ബാഗ് എടുത്തുകൊണ്ട് പോകണം. അങ്ങനെയൊക്കെ ആവില്ലേ. അപ്പോൾ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബാഗ് നമ്മൾ ചൂസ് ചെയ്തിട്ട് കൊണ്ടുപോകണം. 7ാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ഐറ്റംസ് ആണ്. പ്രാക്ടിക്കൽ ഐറ്റംസിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർച്ചീഫ് വരും. അതേപോലെ തന്നെ നമ്മൾ പിള്ളേരും കൊണ്ട് പോകുന്നവരാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിൽ ഫ്രൂട്ട് ഇട്ട് വെക്കാനായിട്ട് ഒരു ബോക്സ് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. കുറച്ച് റബ്ബർ ബാൻഡൊക്കെ കൊണ്ടുപോവുക ഹെയറിൽ ഇടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എക്സ്ട്രാ ഒരു ക്ലോത്തും കൂടെ കൊണ്ടുപോകും കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാമല്ലോ. അപ്പോൾ എക്സ്ട്രാ ക്ലോത്തും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകും. അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ആണ്. ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ലതായിട്ട് സൺബേൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സൺബേൺ ആകുമ്പോൾ ഇതിൽ നമുക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ അതൊക്കെ കൊണ്ടുപോകാൻ എന്തായാലും മറക്കാം. 10ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യം പറയുമ്പോൾ നിങ്ങളൊക്കെ എന്നെ തെറിവ് വയ്ക്കും. കാരണം ഒന്നുമല്ല, ഈ ഔട്ട്ഡോറിൽ നിന്ന് നമ്മൾ ഒന്ന് മാറി ഇൻഡോറിലേക്കാവുക. അതായത് പുറത്തേക്കൊന്നും ഈ സമ്മർ സീസണിൽ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം നിങ്ങൾ ചോദിക്കും ആവശ്യങ്ങൾ നടക്കണ്ടേ? ആവശ്യങ്ങൾ നടക്കണം. അതിന് എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ കണ്ടുപിടിച്ചിട്ട്, അതായത് ഒരുപാട് നമ്മൾ ചുറ്റിക്കറങ്ങാൻ നിൽക്കേണ്ട. നമ്മൾ ജോലിക്ക് പോകുന്നവരാണ്, അല്ലാണ്ട് നമ്മുടെ പ്രൊഫഷണലായിട്ട് പോകുന്ന കാര്യമില്ലേ, നമ്മൾ സാധനം മേടിക്കാൻ അങ്ങനെയൊക്കെ പോകുന്നവരാണെങ്കിൽ പോവാം. അല്ലാണ്ട് അനാവശ്യമായിട്ട്, അതായത് നമ്മളിപ്പം വെക്കേഷനും കൂടി ആയതുകൊണ്ട് നമ്മൾ ഈ സീസണിലായിരിക്കും ടൂർ അടിക്കുക. പക്ഷെ അതൊക്കെ ഒന്ന് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അങ്ങനെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് പോയേ പറ്റുള്ളൂ എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. അപ്പം ഈ ഒരു 10 കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പം എൻ്റെ ഒരു രീതിയിൽ ഞാൻ ഇതിനെ ഓർഡർ വൈസൊക്കെ ആക്കി പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, ഒന്നും മറക്കാതിരിക്കുക. നമ്മുടെ ആവശ്യത്തിനായ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോവുക. കാരണം നമ്മളില്ലെങ്കിൽ വണ്ടിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ പുറത്തിറങ്ങി അത് മേടിക്കാൻ ഇത് മേടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഒരുപാട് സൺബേണോ ഇല്ലെങ്കിൽ നമ്മുടെ ഫുൾ ബോഡിക്ക് ഒരു ടയേർഡ്നെസ് നമ്മൾ വരുത്തിക്കേണ്ട. നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നമുക്ക് നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ.